ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ SCERT പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ടല്ലേ. 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 9ാം ക്ലാസ് എന്നീ ക്ലാസ്സുകളിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറേ PSC പരീക്ഷകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോളജിയുടെ ഭാഗത്ത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ കഴിഞ്ഞ എക്സാം നമ്മൾ കഴിഞ്ഞ ദിവസം LGSന്റെ ഒരു അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാനലിൽ. അതിൽ തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു. അതിന് മുന്നേ നടന്ന പരീക്ഷകളിലും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, SCERT ബയോളജി നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ പുതിയ ടെക്സ്റ്റ് ബുക്ക് അറിഞ്ഞിരിക്കണം. അതിലുള്ള എല്ലാ പോയിന്റുകളും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി പഴയ ടെക്സ്റ്റ് ഒക്കെ പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ എക്സ്ട്രാ വരുന്ന പോയിന്റുകൾ മാത്രമാണ് കൂടുതലായിട്ടും ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കണ്ടന്റും ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല, പഴയ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നില്ല. തൽക്കാലം പുതിയ ടെക്സ്റ്റിലെ പോയിന്റ്സിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ സമയം കിട്ടുന്നതിനനുസരിച്ച് ആ ക്ലാസ്സുകൾ തരാം. ഓക്കെ അല്ലേ? ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മൾ 9ാം ക്ലാസ് ബയോളജിയിലുള്ള ദഹനവും പോഷക സംവഹനവും എന്ന് പറയുന്ന 2ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ പാഠമൊക്കെ വേണം, അതൊക്കെ നമുക്ക് വഴിയേ ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഓക്കെ അല്ലേ? അതിൽ നമ്മൾ ഇന്നത്തെ സെഷനിൽ ദഹനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. പാർട്ട് 2 ആയിട്ടായിരിക്കും നമ്മൾ പോഷക സംവഹനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നത്. ഓക്കെ അല്ലേ? ശരി, അപ്പോ ഈ ദഹനം എന്ന് പറയുമ്പോൾ ദഹന വ്യവസ്ഥയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ദഹന വ്യവസ്ഥ, ദഹനം, പോഷകത്തിന്റെ ആഗിരണം, വില്ലസിന്റെ ഘടന, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ബാക്കി രക്തത്തിന്റെ ഘടന, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നെക്സ്റ്റ് സെഷനിലായിരിക്കും പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറെ പുതിയ പോയിന്റുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കുട്ടികൾ ഫുഡ് കഴിക്കുന്ന ഒരു ചിത്രമാണ് ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് എന്തൊക്കെ പോഷക ഘടകങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. അതായത് ആരോഗ്യത്തിന് നമുക്ക് എന്തൊക്കെ വസ്തുക്കൾ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കഴിക്കണം, എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് നോക്കിക്കോണേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുടെ ഭക്ഷണ രീതികൾ വ്യത്യസ്തമാണ്, നമുക്കറിയാം. പക്ഷെ എല്ലാത്തിലും കോമൺ ആയിട്ട് എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നോക്കൂ. നാരുകൾ അല്ലെ, നാരുകൾ, ജലം എന്നിവയ്ക്ക് പുറമെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, വിറ്റാമിൻ എന്നീ പോഷക ഘടകങ്ങൾ നിർബന്ധമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കണം. അത് നാരുകൾ, ഫൈബർ വേണം. നല്ലോണം ജലം നമ്മൾ കഴിക്കണം, അല്ലെങ്കിൽ ജലം നമ്മൾ കുടിക്കണം. പിന്നെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, വിറ്റാമിനുകൾ, ഇത്രയും ഘടകങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഫുഡിൽ അടങ്ങിയിരിക്കണം അല്ലെ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അടങ്ങിയിരിക്കണം. ഈ പറയുന്ന എല്ലാ പോഷക ഘടകങ്ങളും ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണത്തിന് പറയുന്ന പേരാണ് സമീകൃതാഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. നമുക്ക് ഇപ്പോ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടല്ലേ, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നില്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രസ്താവനകളായിട്ട് വേണമെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. എന്താണ് സമീകൃത ആഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ അല്ലെങ്കിൽ നമ്മൾ കഴിക്കേണ്ട ആഹാര ഘടകങ്ങളാണ് ഈ പറയുന്ന നാര്, ജലം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, വിറ്റാമിൻ എന്നൊക്കെയുള്ള സംഗതികൾ അല്ലെ. ഇതെല്ലാം ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണത്തിനെയാണ് നമ്മൾ സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾ ആ ഒരു വേർഡ് കറക്റ്റ് മനസ്സിലാക്കുക. ശരിയായ അനുപാതത്തിൽ. ഇപ്പൊ നമുക്ക് വിറ്റാമിൻസ് ശരീരത്തിന് കുറച്ച് മതി, കാർബോഹൈഡ്രേറ്റ് കൂടുതൽ വേണം അല്ലെ. അങ്ങനെ കറക്റ്റ് അനുപാതത്തിൽ കിട്ടണം. ഇപ്പൊ നമ്മൾ ഒരുപാട് വിറ്റാമിൻ കഴിച്ചു, കാർബോഹൈഡ്രേറ്റ് വളരെ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ, നമ്മൾ പ്രോട്ടീൻ വളരെ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കറക്റ്റ് അതൊരു സമീകൃത ആഹാരം ആവില്ല. ഓക്കെ, നമുക്ക് കിട്ടാനുള്ള ഈ പറഞ്ഞ പോഷക ഘടകങ്ങളെല്ലാം ശരിയായിട്ടുള്ള റേഷ്യോയിൽ, ശരിയായിട്ടുള്ള പ്രൊപ്പോർഷനിൽ, ശരിയായ അനുപാതത്തിൽ നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിനെയാണ് നമ്മൾ സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയാം. ഓക്കെ, അടുത്ത് നമ്മൾ ഒരു പുതിയ വേർഡ് ആണ് ഫുഡ് പ്ലേറ്റ്. എന്താണ് ഫുഡ് പ്ലേറ്റ്? നമ്മൾ ഭക്ഷണം വെക്കുന്ന പ്ലേറ്റ് ആണോ ഫുഡ് പ്ലേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല. എന്താണ് ഫുഡ് പ്ലേറ്റ്? ഇവിടെ നോക്കിയേ, ഫുഡ് പ്ലേറ്റ് കണ്ടോ. ആ ഒരു വേർഡ് നിങ്ങൾ പഠിച്ചു വെക്കണം, പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഫുഡ് പ്ലേറ്റ് എന്ന് ചോദിച്ചാൽ ഓക്കെ, കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ആ ഒരു പോഷക ഘടകങ്ങളെല്ലാം കറക്റ്റ് അനുപാതത്തിൽ കിട്ടാനായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ എടുക്കുന്ന പ്ലേറ്റിൽ എങ്ങനെയാണ് നമ്മൾ വസ്തുക്കളെ അറേഞ്ച് ചെയ്യേണ്ടത്, ആഹാര പദാർത്ഥങ്ങളെ എങ്ങനെയാണ്, എത്ര പോർഷൻ വെച്ച് നമ്മൾ അറേഞ്ച് ചെയ്യണം, അതിനെയാണ് നമ്മൾ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വളർച്ചാഘട്ടത്തിലുള്ളവർ സമീകൃത ആഹാരം കഴിക്കേണ്ടത് അനിവാര്യമാണ് അല്ലെ. നമ്മൾ എന്തിനാണ് ഇത് വായിക്കുന്നത്?
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രസ്താവന മോഡൽ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമുക്ക് പൊതുജനാരോഗ്യത്തിന്റെ ഭാഗത്ത് പ്രസ്താവന മോഡൽ ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ആവണം എന്നുണ്ടെങ്കിൽ SCERT പുതിയതിലെ ഓരോ ലൈനുകളും നമ്മൾ വായിക്കണം. ഇവിടെ വീണ്ടും കഴിഞ്ഞ അനാലിസിസിൽ ഞാൻ പറഞ്ഞ പോലെ SCERT പഴയത് വേണ്ട എന്ന് നമ്മൾ ഒരിടത്തും പറയുന്നില്ല. അതും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പുറമേ നമ്മൾ എക്സ്ട്രാ റാങ്ക് മേക്കിംഗ് അധികം ആരും എത്തിപ്പെടാത്ത ഈ ഒരു ടെക്സ്റ്റിലെ കാര്യങ്ങളും കൂടി നമ്മൾ അധികമായിട്ട് പഠിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ശരി, അപ്പൊ അത് നിങ്ങൾ ഓൾറെഡി ഉറപ്പായിട്ടും പഠിച്ച് സെറ്റ് ആയിട്ടുണ്ട്. അത് നമ്മൾ ഉറപ്പായും പഠിക്കണം. നോക്കൂ, പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പാലും പാൽ ഉൽപ്പന്നങ്ങളും, പയറുവർഗ്ഗങ്ങൾ, മാംസം എന്നിവയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. കണ്ടല്ലോ, പഴങ്ങളിലും പച്ചക്കറികളിലും എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് പറയടാ. പഴങ്ങളിലും പച്ചക്കറികളിലും എന്തടങ്ങിയിട്ടുണ്ട്? പഴങ്ങളിലും പച്ചക്കറികളിലും ധാരാളം വിറ്റാമിനുകൾ, ധാതുക്കൾ, മറ്റു പോഷകങ്ങൾ, നാരുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. അപ്പോ പഴങ്ങളിലും പച്ചക്കറികളിലും നാരുകൾ അടങ്ങിയിരിക്കുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ നമ്മൾ ആലോചിച്ച് നിൽക്കരുത്, അത് ശരിയാണ്. അപ്പൊ കറക്റ്റ് അർത്ഥമറിഞ്ഞ് ഓരോ സെന്റൻസും മനസ്സിലാക്കി നമ്മൾ വായിക്കണം. പഴങ്ങളിലും പച്ചക്കറികളിലും നാരുകൾ അടങ്ങിയിരിക്കുന്നു എന്നൊരു പ്രസ്താവന എന്നാൽ എന്താണ്? അത് ശരിയാണ്. വിറ്റാമിനുകൾ അടങ്ങിയിരിക്കുന്നു, ശരിയാണ്. ധാതുക്കൾ അടങ്ങിയിരിക്കുന്നു, ശരിയാണ്. ഇതൊക്കെ ശരിയാണ് അല്ലെ? ഓക്കെ, ഇനി ആരോഗ്യകരമായ ജീവിതത്തിന് ഫുഡ് പ്ലേറ്റ് എന്ന സങ്കല്പം സഹായകമാണ്. അത് തന്നെ ഒരു പ്രസ്താവനയായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. നമുക്ക് കറക്റ്റ് ഹെൽത്തി ആയിട്ടൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം ആവശ്യമാണ്. എന്താണ് ഫുഡ് പ്ലേറ്റ്? നോക്കിക്കോ, ചോദിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. നോക്കൂ, ഒരു പ്ലേറ്റിന്റെ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും. ഓക്കെ, ഹാഫ് പോർഷൻ. ഈ ഫുഡ് പ്ലേറ്റിലോട്ട് നിങ്ങൾ നോക്കിക്കേ, ഇതിൽ കണ്ടോ കറക്റ്റ് പകുതി വെച്ചിട്ട് പഴവും പച്ചക്കറിയല്ലേ ഇരിക്കുന്നത്. ഇതാ ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ട്, ഇവിടെ പച്ചക്കറി ഉണ്ട് അല്ലെ? അപ്പൊ ഒരു പ്ലേറ്റിന്റെ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും. ഇനി കാൽഭാഗം ധാന്യങ്ങളും കാൽഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും. കാൽഭാഗം നമ്മള് ധാന്യങ്ങൾ, അരി, ഗോതമ്പ് പോലത്തെ ധാന്യങ്ങൾ ഉണ്ട്. ഈ കാൽഭാഗത്ത് മീറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്, അതായത് മീറ്റും ഫിഷും ഒക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കഴിക്കണം. ഓക്കെ, അപ്പൊ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും, കാൽഭാഗം ധാന്യങ്ങൾ, കാൽഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും. പിന്നെ ഒരു ഗ്ലാസ് പാലോ അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളോ അടങ്ങിയതാണ് ഒരു ഫുഡ് പ്ലേറ്റ്. പിന്നെ ഒരു ഗ്ലാസ് പാല് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ഫുഡ് പ്ലേറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫുഡ് പ്ലേറ്റ്. യെസ്, അപ്പൊ ഫുഡ് പ്ലേറ്റ് എന്താന്ന് മനസ്സിലായി അല്ലെ? ഫുഡ് പ്ലേറ്റ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ വരയ്ക്കുന്നിടത്തല്ല ആ ഒരു ഹൈലൈറ്റർ വരുന്നത്. ഓക്കെ, ഇനി ജങ്ക് ഫുഡിന്റെ ഉപയോഗം ഇന്ന് കുട്ടികളിൽ കൂടി വരുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവരും കഴിക്കുന്നുണ്ട് അല്ലെ? ഇത്തരം ഭക്ഷണങ്ങളിൽ ഇതൊക്കെ നോക്കി വെച്ചോ. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ചിലപ്പോൾ ഇനി അടുത്ത് വരുന്ന പരീക്ഷകളിൽ ഇതൊക്കെ ആയിരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുക. ജങ്ക് ഫുഡിൽ കലോറി കൂടുതലും പോഷകമൂല്യം കുറവുമാണ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് കലോറി, നമ്മളിത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന എനർജി അല്ലെങ്കിൽ ആ കലോറിയുടെ അളവ് കൂടുതലാണ്, പക്ഷെ പോഷകമൂല്യം വളരെ കുറവാണ്. ഈ കലോറി കൂടുതൽ അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ കായിക അധ്വാനം ചെയ്യണം അല്ലെ? എക്സസൈസും ഒക്കെ നമ്മൾ ചെയ്യണം, എന്നാൽ മാത്രം ഇതൊക്കെ നമുക്ക് ബേൺ ആയിട്ട് പോവുള്ളൂ. പക്ഷെ ജങ്ക് ഫുഡിൽ കലോറി കൂടുതലാണ്, പക്ഷെ അതിനകത്ത് പോഷകമൂല്യം ഉണ്ടോ? വളരെ കുറവാണ്. പോഷകമൂല്യം വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ ഇത്തരം ഭക്ഷണങ്ങളിൽ കലോറി കൂടുതലും പോഷകമൂല്യം കുറവുമാണ്. ഇത് പോഷകക്കുറവിന് കാരണമാകുന്നു അല്ലെ? പോഷകക്കുറവിന് കാരണം, ഇപ്പൊ ജങ്ക് ഫുഡ് കഴിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. ജങ്ക് ഫുഡ് അധികം കഴിക്കുന്നത് പോഷകക്കുറവിന് കാരണമാകുന്നു. യെസ്, കറക്റ്റ് ആണ്, പോഷകക്കുറവിന് കാരണമാകുന്നു. മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത് നോക്ക്, പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കുട്ടികളിൽ സർവ്വസാധാരണമാണ്. കുട്ടികളിൽ മാത്രമല്ല, തിരക്കിട്ട് ഇപ്പൊ ഓഫീസിൽ പോകുന്ന ആൾക്കാരായിക്കോട്ടെ, തിരക്കിട്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകുന്ന ആൾക്കാരായിക്കോട്ടെ, രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത് സ്കിപ്പ് ചെയ്യുന്നത് കൂടുതലാണ് അല്ലെ? ബ്രേക്ക്ഫാസ്റ്റ് ബ്രെയിൻ ഫുഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് നോർമലായിട്ട് ഇപ്പൊ നടക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെ അത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ബ്രെയിൻ ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഫുഡായ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? ക്ഷീണം, ഉറക്കം തൂങ്ങൽ, പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, മറവി തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും എന്ത് കാരണമാകുന്നുണ്ട്? ഈ പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടിരിക്കുന്നത് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പോ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് അനാരോഗ്യകരമായ ശീലമാണ് എന്നൊരു പ്രസ്താവന എന്നാൽ ശരിയാണോ തെറ്റാണോ? ശരിയാണ്. പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് അനാരോഗ്യകരമായിട്ടുള്ള ഒരു ശീലം തന്നെയാണ്. ഇപ്പൊ ജങ്ക് ഫുഡിൽ കലോറി കൂടുതലും പോഷകമൂല്യം കുറവുമാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർത്തു വെക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഫസ്റ്റ് ആ ഒരു ബോക്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫുഡ് പ്ലേറ്റ് എന്താന്ന് നമ്മൾ പഠിച്ചു, സമീകൃത ആഹാരം എന്താന്ന് പഠിച്ചു, ജങ്ക് ഫുഡിന്റെ പ്രശ്നം, പ്രഭാത ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ പഠിച്ചു. ഓക്കെ അല്ലേ? ശരി. അപ്പോ കണ്ടോ, വെറും ഒരു ഒറ്റ ബോക്സിൽ നിന്ന് എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് കിട്ടിയത്. വരുന്ന പരീക്ഷകളിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന പോയിന്റുകളെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ ആണ്. ഇനി അടുത്ത എന്താണ് പോഷണം? പോഷണം എന്താണ്? നമ്മൾ പഴയ ടെക്സ്റ്റിലൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ് പോഷണം എന്ന് പറയുന്ന വേർഡ്. എന്താണ് പോഷണം?
ജീവികൾ പോഷകങ്ങൾക്കായി ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? പോഷണം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ പറഞ്ഞ പോഷകങ്ങളെല്ലാം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം അല്ലെ? ബാഹ്യ പരിസ്ഥിതി, നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളാണ് ആന്തര പരിസ്ഥിതി. നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗമാണ് ആന്തര പരിസ്ഥിതി എന്ന് പറയുന്നത്. ആ ആന്തര പരിസ്ഥിതിക്ക് പുറമേ നിന്ന് ബാഹ്യ പരിസ്ഥിതി, പുറത്തു നിന്നും നമ്മൾ ആഹാരം കഴിക്കുകയും അതിനെ നമ്മുടെ ശരീരം പ്രയോജനപ്പെടുത്തുകയും വേണം അല്ലെ? എങ്കിലല്ലേ നമുക്ക് പോഷണം കിട്ടുള്ളൂ. ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ. പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ. ഓക്കെ, പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഘട്ടങ്ങൾ നിങ്ങൾ SCERT നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടില്ലേ? പഠിച്ചിട്ടില്ലേ? 5 ഘട്ടങ്ങൾ പഠിച്ചിട്ടില്ലേ? ഏതൊക്കെയാണ് 5 ഘട്ടങ്ങൾ? ജസ്റ്റ് ഞാൻ വേഗം പറഞ്ഞു പോകാം. അപ്പൊ ഇത് ആദ്യമായിട്ട് കാണുന്നവർ, അത് പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർ അത് പോയിട്ട് പഠിക്കുക. ഇതിപ്പോ നമ്മൾ പുതിയ ടെക്സ്റ്റിനാണ് മുൻതൂക്കം കൊടുത്ത് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നിങ്ങൾക്ക് ആ പോയിന്റ്സ് ഒക്കെ ആവശ്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല, ഒന്നും കൂടി വേണം എന്നുള്ള ആൾക്കാർ കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ സമയം കിട്ടുന്ന മുറക്കിടാം. SCERT പുതിയതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ. യെസ്, അപ്പൊ ശരി. അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചു നോക്കിയാലും മതി, കുഴപ്പമില്ല. പഴയ ടെക്സ്റ്റ് വായിച്ചു നോക്കിയാലും മതി, നിങ്ങൾക്ക് കിട്ടും. അപ്പൊ പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ആഹാര സ്വീകരണമാണ്. നമ്മൾ ആഹാരം കഴിക്കണം അല്ലെ? ഒന്നാമത്തെ ഘട്ടം ആഹാര സ്വീകരണമാണ്. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ നടക്കേണ്ടത്? അതിനെ ചെറിയ ചെറിയ പീസുകളാക്കി ദഹിപ്പിക്കണം അല്ലെ? നമ്മുടെ ശരീരം ദഹിപ്പിക്കണം. ഓക്കെ, ദഹനമാണ് അടുത്ത പരിപാടി, പോഷണ പ്രക്രിയയിലെ 2ാമത്തെ ഘട്ടം. ദഹനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ വേണ്ടേ? ദഹിച്ച് കുറെ പോഷകങ്ങൾ ഉണ്ടായില്ലേ? ആ പോഷകങ്ങൾ നമ്മുടെ ശരീരം ആഗിരണം ചെയ്യണം, അബ്സോർബ് ചെയ്യണം. അപ്പൊ ആഗിരണമാണ് 3ാമത്തെ സ്റ്റെപ്പ്. പോഷണ പ്രക്രിയയിലെ 3ാമത്തെ സ്റ്റെപ്പ് ആഗിരണമാണ്. ഇനി ഈ ആഗിരണം ചെയ്ത പോഷക ഘടകങ്ങളെ നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഭാഗമാക്കി മാറ്റണം. നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാക്കി, അതിനെ പ്രയോജനപ്പെടുത്തണം അല്ലെ? ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റണം. ആ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ. സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ. ഇനി ഇതെല്ലാം കഴിഞ്ഞു, ബാക്കി കുറെ വേസ്റ്റ് പ്രോഡക്റ്റുകൾ ഉണ്ടായി, അല്ലെങ്കിൽ നമുക്ക് ബാക്കി മാലിന്യങ്ങൾ ഉണ്ടായി. ആ മാലിന്യങ്ങളെ പുറന്തള്ളണം. ആ പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. അപ്പൊ ഈ 5 കാര്യങ്ങളാണ് പോഷണ പ്രക്രിയയിൽ വരുന്നത്: ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം. ഓക്കെ അല്ലേ? ഈ 5 കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, എല്ലാ ജീവികളിലും പോഷണ പ്രക്രിയ ഒരുപോലെ ആയിരിക്കുമോ? അല്ല. ചെറിയ ജീവികളിൽ, കുഞ്ഞു ജീവികളിൽ, അതായത് വളരെ സൈസ് കുറഞ്ഞ അല്ലെങ്കിൽ ലഘുഘടനയുള്ള ജീവികളിൽ പോഷണ പ്രക്രിയയും സിമ്പിൾ ആയിരിക്കും. കുറച്ചും കൂടി വലിയ ജീവികളിലേക്ക് പോകുമ്പോൾ പോഷണ പ്രക്രിയ കുറച്ചും കൂടി സങ്കീർണമാകും, കോംപ്ലിക്കേറ്റഡ് ആകും അല്ലെ? അതാണ് നമ്മളിവിടെ പറയുന്നത്. നോക്കിയോ, ഈ പ്രസ്താവന വായിച്ചു നോക്കൂ. ലഘുഘടനയുള്ള ജീവികളിൽ നിന്ന് സങ്കീർണ ഘടനയുള്ള ജീവികളിലേക്ക് പോകുന്തോറും പോഷണ പ്രക്രിയയും സങ്കീർണമാകുന്നു. അപ്പൊ ലഘുഘടനയുള്ള ജീവിയിൽ നിന്ന് നമ്മൾ സങ്കീർണ ഘടനയുള്ള ജീവിയിലോട്ട് പോകുമ്പോൾ പോഷണ പ്രക്രിയ എന്താവുന്നു? കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുന്നു, സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഏകകോശ ജീവിയാണ് അമീബ എന്നറിയാം അല്ലെ? അമീബേനെ നിങ്ങൾക്ക് അറിയാലോ, അമീബേനെ അറിയാം. ഓക്കെ, അമീബയും ഹൈഡ്രയാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഇത് പഠിക്കാൻ വേണ്ടി എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് അമീബേനെയും ഹൈഡ്രേനെയും ആണ്. ഓക്കെ, അമീബ ഒരു ഏകകോശ ജീവിയാണ്. അത് ഒരൊറ്റ കോശം മാത്രമേ അമീബയ്ക്കുള്ളൂ എന്ന് നമുക്കറിയാം അല്ലെ? ഒരൊറ്റ കോശം മാത്രമേ അമീബയ്ക്കുള്ളൂ. ഇനി ഹൈഡ്ര എന്ന് പറഞ്ഞാൽ ഏകകോശമല്ല, ഹൈഡ്ര ബഹുകോശ ജീവിയാണ്. ചെറിയ ജീവിയാണ്, ബഹുകോശ ജീവിയാണ്. ഒന്നിൽ കൂടുതൽ കോശങ്ങൾ അടങ്ങിയ ജീവിയാണ് ഹൈഡ്ര. ഓക്കെ, അപ്പൊ ഇവർ രണ്ടുപേരുടെയും പോഷണ പ്രക്രിയ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാമോ? കമ്പയർ ചെയ്ത് നോക്കാം. നോക്കിയോളൂ, ഇത് ആദ്യം ഈ ലെഫ്റ്റ് സൈഡ് കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് അമീബയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏകകോശ ജീവിയാണ് അമീബ എന്നറിയാലോ, ഒരൊറ്റ കോശം മാത്രമേ അമീബയ്ക്കുള്ളൂ. ഈ അമീബ ആഹാര വസ്തുവിന്റെ അടുത്തെത്തി. ഇതാണ് ആഹാര വസ്തു. ഇവിടെ ഒരു ചുമന്ന നിറത്തിൽ കാണുന്നുണ്ടല്ലോ, അതാണ് ആഹാര വസ്തു. അമീബ ആഹാര വസ്തുവിന്റെ അടുത്തെത്തി. അമീബ പതുക്കെ ആഹാര വസ്തുവിനെ ഇങ്ങനെ ചുറ്റി കോശത്തിന്റെ ഉള്ളിലേക്ക് ആക്കും അല്ലെ? എന്ത് വെച്ചിട്ടാണ് ചുറ്റി കോശത്തിന്റെ ഉള്ളിലേക്ക് ആക്കുന്നത്? കപടപാദങ്ങൾ അല്ലെങ്കിൽ സ്യൂഡോപോഡിയ. ഓർമ്മയുണ്ടോ പണ്ട് പഠിച്ചതൊക്കെ? നേരത്തെ നിങ്ങൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ SCERT പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? കപടപാദങ്ങൾ ഉപയോഗിച്ച് ആഹാരത്തെ കോശങ്ങൾക്കുള്ളിലാക്കുന്നു. കപടപാദങ്ങൾ പ്രസ്താവനകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, ഉറപ്പായും വായിച്ചു വെക്കുക. അപ്പൊ അമീബ തന്റെ കപടപാദങ്ങൾ അല്ലെങ്കിൽ സ്യൂഡോപോഡി ഉപയോഗിച്ച് വളഞ്ഞ് ആഹാരത്തിനെ തന്റെ കോശത്തിന്റെ ഉള്ളിലേക്ക് ആക്കി. ഒറ്റ കോശമേ ഉള്ളൂ കേട്ടോ, കോശത്തിന്റെ ഉള്ളിലേക്ക് ആക്കി. ഇനി അതിനകത്ത് വാക്യൂൾ ഉണ്ട് അല്ലെ? വാക്യൂൾ, ഫേനമുണ്ട്, ഫുഡ് വാക്യൂൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ആഹാരം ഫുഡ് വാക്യൂളിന്റെ ഉള്ളിൽ കണ്ടോ, ഈ ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ കണ്ടോ? വാക്യൂളിന്റെ ഉള്ളിലേക്ക് ആഹാരത്തെ ആക്കി കഴിഞ്ഞു, വാക്യൂളിന്റെ ഉള്ളിലേക്ക് ആക്കി കഴിഞ്ഞു. ഇനി അതിനകത്ത് എൻസൈമുകളുണ്ട്. ഓക്കെ, എൻസൈമുകൾ ഉണ്ട്. ആ എൻസൈമുകൾ എന്ത് ചെയ്യും? ആഹാരത്തെ ദഹിപ്പിക്കും അല്ലെ? ആ എടുത്ത ആഹാരത്തിനെ എൻസൈമുകളുടെ സഹായത്തോടു കൂടി ദഹിപ്പിക്കും. ഇത് എവിടെ വെച്ചിട്ടാണ് ഈ ദഹനം നടന്നത്? ആ കോശത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടല്ലേ നടന്നത്? കാരണം അമീബയ്ക്ക് ആകെ ഒറ്റ കോശം മാത്രമേ ഉള്ളൂ. ആ കോശത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടല്ലേ ഈ ദഹനം നടന്നത്. അതുകൊണ്ട് നമുക്കിതിനെ കോശാന്തരിക ദഹനം എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? കോശാന്തരിക ദഹനം എന്ന് വിളിക്കാം. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ,
യെസ് യെസ്, കോശാന്തരിക ദഹനം എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. ഞാൻ സെലക്ട് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തപ്പോൾ കുറേ സാധനങ്ങൾ ഹൈലൈറ്റ് ആയി. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി നിങ്ങൾക്ക്? കോശാന്തരിക ദഹനമാണെന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, കോശാന്തരിക ദഹനമാണ് ഇത്. കോശാന്തരിക അങ്ങനെ പറയാനുള്ള കാരണം, കോശാന്തരിക ദഹനം എന്ന് പറയാനുള്ള കാരണം കോശത്തിന്റെ ഉള്ളിലാണ് ഈ ദഹനം നടക്കുന്നത്, അതുകൊണ്ടാണ് കോശാന്തരിക ദഹനം എന്ന് പറയുന്നത്. അപ്പൊ അമീബയിൽ കോശാന്തരിക ദഹനമാണ് നടക്കുന്നത് എന്നൊരു പ്രസ്താവന തന്നാൽ ശരിയാണോ തെറ്റാണോ? യെസ്, ശരിയാണ്. കോശത്തിന്റെ ഉള്ളിലാണ് നടന്നത്, അതുകൊണ്ട് കോശാന്തരിക ദഹനമാണ്. ബാക്കി വേസ്റ്റസ് ഒക്കെ ഉണ്ട്. ആ വേസ്റ്റസ് നമ്മുടെ ശരീരത്തിന്റെ ഉപരിതലം, ആ കോശത്തിന്റെ ഉപരിതലത്തിൽ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ അമീബ പുറത്തേക്ക് കളയുകയാണ്. അവശിഷ്ടങ്ങൾ, ദഹന അവശിഷ്ടങ്ങൾ കോശ ഉപരിതലത്തിലൂടെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് കളയുന്നു. വളരെ സിമ്പിൾ പരിപാടി അല്ലേ? സ്യൂഡോപോഡി വെച്ച് വളച്ചു പിടിച്ചു, വാക്യൂളിന്റെ ഉള്ളിലാക്കി, എൻസൈംസ് ദഹിപ്പിച്ചു, വേസ്റ്റസിനെ പുറത്തേക്ക് തള്ളി. കോശാന്തരിക ദഹനമാണ് അമീബയിൽ നടന്നത്. നമ്മൾ പഠിച്ചു, സെറ്റായി, ക്ലിയർ ആയി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഹൈഡ്രയിലേക്ക് പോവാം. ബഹുകോശ ജീവിയായ ഹൈഡ്രയിലോട്ട് പോവാലോ. ഓക്കെ, നോക്കിക്കോ. ഹൈഡ്രയിൽ ഇങ്ങനെ ചെറിയ എന്താണ് പ്രൊജക്ഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? കുഞ്ഞു വാലുകൾ പോലെ കാണാൻ പറ്റുന്നില്ലേ? അതിനെന്താണ് നമ്മൾ പറയാ? ടെന്റക്കിൾസ് എന്ന് പറയും. എന്ത് പറയും? ടെന്റക്കിൾസ് എന്ന് പറയും. ടെന്റക്കിൾസ്. ഓക്കെ, ഹൈഡ്ര ടെന്റക്കിളുകളുടെ സഹായത്താൽ ഇരയെ മരവിപ്പിച്ച് വായ്ക്കുള്ളിലാക്കുന്നു. ഓക്കെ, വായുടെ ഉള്ളിലേക്ക് വായുടെ ഉള്ളിലേക്ക് ടെന്റക്കിളിന്റെ സഹായത്തോടുകൂടി ഇരയെ മരവിപ്പിക്കുകയാണ്. ഫ്രീസ് ചെയ്ത് മരവിപ്പിച്ചിട്ട് വായ്ക്കുള്ളിലേക്ക് ആക്കുന്നു. പിന്നെ ശരീര അറയിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, ഈ കാണുന്ന ഭാഗമാണ് നമ്മുടെ ശരീര അറ. അതിന്റെ ശരീരത്തിന്റെ ആ ഒരു അറ, ചേംബർ. ഓക്കെ, ഇതിനകത്ത് കുറെ കോശങ്ങളുണ്ട്, ഒരുപാട് കോശങ്ങളുണ്ട്. ഒറ്റ കോശമല്ല, കോശത്തിന്റെ ഉള്ളിലോട്ടല്ല പോകുന്നത്, ആ ശരീരത്തിന്റെ ഉള്ളിലേക്ക്, ശരീര അറയുടെ ഉള്ളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചെല്ലുന്നു അല്ലെ? ശരീരത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലുന്നു. കോശത്തിന്റെ ഉള്ളിലോട്ട് ചെന്നിട്ടില്ല, ശരീര അറയിലോട്ട് ചെല്ലുന്നു. ഓക്കെ, ശരീര അറയുടെ ഉൾഭിത്തിയിലെ കോശങ്ങൾ ഇതാണ്ട. ശരീര അറയിലെ അകത്തെ ഭിത്തിയിൽ കാണുന്ന കോശങ്ങൾ, അകത്തെ ഭിത്തിയിൽ കുറെ കോശങ്ങളുണ്ട്. ആ കാണുന്ന കുറെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളുടെ സഹായത്താൽ ശരീര അറയിൽ വെച്ച് ദഹനം ആരംഭിക്കുന്നു. നോക്കി വെച്ചോ, അടുത്ത വരുന്ന പരീക്ഷകളുടെ ഒക്കെ ക്വസ്റ്റ്യൻ ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോ ശരീര അറയുടെ ഉൾഭിത്തിയിലേക്ക് എത്തി അല്ലെ? ഉള്ളിലേക്ക് എത്തി. ഉൾഭിത്തിയിൽ ഉള്ള ആ കോശങ്ങൾ കുറച്ച് എൻസൈമുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ എൻസൈമുകളുടെ സഹായത്തോടുകൂടി ആ ശരീര അറയിൽ വെച്ചിട്ട്, ശരീരത്തിന്റെ ഉള്ളിൽ ആ ശരീര അറയിൽ വെച്ച് ദഹനം ആരംഭിക്കുകയാണ്. ഓക്കെ, ആരംഭിക്കുകയാണ് കേട്ടോ. കോശത്തിന്റെ ഉള്ളിൽ വെച്ചാണോ ഈ ദഹനം നടന്നത്? കോശത്തിന്റെ ഉള്ളിലോട്ട് കയറിയോ? ഇല്ല. ആ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു എന്താണ് എൻസൈമുകളുടെ സഹായത്തോടുകൂടി ശരീരത്തിന്റെ ആ ഒരു മെയിൻ അറയില്ലേ, ഇപ്പൊ നമ്മൾ വായിൽ കൂടെ ഫുഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്കാണ് ചെല്ലുന്നത്, കോശത്തിന്റെ ഉള്ളിലോട്ടല്ല, നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു അറ, ആ ചേംബറിലോട്ടല്ലേ നമ്മുടെ ഫുഡ് ചെല്ലുന്നത്. അതേപോലെ ഇവിടെ ആ ഒരു ശരീര അറയുടെ ഉള്ളിലാണ് നടക്കുന്നത്, കോശത്തിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ടില്ല. അപ്പൊ കോശത്തിന്റെ പുറത്തല്ലേ നടന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ദഹനത്തെ എന്ത് വിളിക്കാം? കോശബാഹ്യ ദഹനം എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? കോശബാഹ്യ ദഹനം. വെരി വെരി ഇമ്പോർട്ടന്റ്, നോക്കി വെക്കാം. അപ്പോ ദഹനം ആരംഭിക്കുന്നത് ശരീര അറയിൽ വെച്ചാണ്. ഹൈഡ്രയുടെ കേസിൽ കോശബാഹ്യ ദഹനമാണ് നടക്കുന്നത്. ഓക്കെ, ഇനി അവിടെ വെച്ച് ദഹിച്ചു കഴിഞ്ഞാൽ പതുക്കെ ഈ ഫുഡ് എന്ത് ചെയ്യും? ഈ ഫുഡ് കോശത്തിന്റെ ഉള്ളിലോട്ട് കയറാൻ തുടങ്ങും. ഈ ഒരു കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം കണ്ടോ? കുറച്ച് സൂം ചെയ്ത് വെച്ചേക്കുന്ന ഭാഗം കോശത്തിന്റെ ഉള്ളിലേക്ക് പതുക്കെ കുറച്ച് ഭാഗികമായിട്ട് ദഹിച്ചു ഫുഡ് പുറത്തു വെച്ച് കോശബാഹ്യ ദഹനത്തിലൂടെ, എന്നിട്ട് ഉള്ളിലേക്ക് കയറുകയാണ് അല്ലെ? ആ ഫുഡ് പതുക്കെ എന്ത് ചെയ്യുന്നു? കോശത്തിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. കോശത്തിനുള്ളിലെത്തുന്ന ഭാഗികമായി ദഹിച്ച ഘടകങ്ങളെ ഫുഡ് വാക്യൂളിലെ, നമ്മൾ നേരത്തെ ഇവിടെ കണ്ട പോലെ ഇവിടെയും വാക്യൂൾ ഉണ്ട്, ഇവിടെയും വാക്യൂൾ ഉണ്ട്. ആ ഫുഡ് വാക്യൂളിന്റെ ഉള്ളിൽ കാണുന്ന എൻസൈമുകൾ പൂർണ്ണമായും ദഹിപ്പിക്കുന്നു. അപ്പൊ കോശത്തിന്റെ ഉള്ളിലേക്ക് വന്നു, ഫുഡ് വാക്യൂളിന്റെ ഉള്ളിൽ കയറി, ആ ഫുഡ് വാക്യൂളിന്റെ ഉള്ളിൽ കാണുന്ന എൻസൈംസ് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു? അതിനെ ദഹിപ്പിക്കുന്നു. അപ്പൊ കോശത്തിന്റെ ഉള്ളിൽ വെച്ചും ദഹനം നടന്നില്ലേ? അപ്പൊ അതെന്ത് ദഹനമാണ്? കോശ ആന്തരിക ദഹനമാണ് അല്ലെ? കോശ ആന്തരിക ദഹനം അവിടെ നടന്നിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വേസ്റ്റസ് എന്ത് ചെയ്യും? വായിൽ കൂടെ തന്നെ എന്ത് ചെയ്യും? വായിൽ കൂടെ ബാക്കി വേസ്റ്റുകൾ, അവശിഷ്ടങ്ങൾ പുറത്തേക്ക് വന്നു. അപ്പൊ ഹൈഡ്രയിൽ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് പോകുന്നത് ഏതിൽ കൂടെയാണ്? വായിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. അമീബയിലാണെങ്കിൽ കോശ ഉപരിതലത്തിലൂടെയാണ് ആ ദഹനാവശിഷ്ടങ്ങൾ പുറത്തേക്ക് പോയത്. ഓക്കെ അല്ലേ? ശരി, ഇനി അടുത്ത് നോക്ക്. അമീബയിലാണെങ്കിൽ കോശാന്തരിക ദഹനം മാത്രമാണ് നടന്നത്, കോശത്തിന്റെ ഉള്ളിൽ വെച്ചുള്ള ദഹനമാണ് നടന്നത്. എന്നാൽ ഹൈഡ്രയിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി സങ്കീർണമായില്ലേ കാര്യങ്ങൾ? ബഹുകോശ ജീവിയിലോട്ട് വന്നപ്പോ അവിടെ കോശ ബാഹ്യ ദഹനവും നടക്കുന്നുണ്ട്, കോശ ആന്തരിക ദഹനവും നടക്കുന്നുണ്ട്. ഈ രണ്ട് പ്രോസസ്സും ഹൈഡ്രയുടെ കേസിൽ നടക്കുന്നുണ്ട്. അതിൽ ദഹനം ആരംഭിച്ചത് ശരീര അറയിൽ വെച്ചാണ്. കോശബാഹ്യ ദഹനമാണ് ഫസ്റ്റ് നടക്കുന്നത്, രണ്ടാമതാണ് കോശാന്തരിക ദഹനം നടക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ആ ഒരു പോർഷണം നമ്മൾ കണ്ടു, നമ്മൾ സെറ്റായി, നമുക്ക് മനസ്സിലായി.
നോക്കൂ, ഏകകോശ ജീവിയായ അമീബയിൽ നിന്ന് ലഘുഘടനയുള്ള ബഹുകോശ ജീവിയായ ഹൈഡ്രയിലേക്ക് എത്തുമ്പോൾ കോശാന്തരിക ദഹനത്തിനു പുറമേ കോശബാഹ്യ ദഹനം കൂടി നടക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ബഹുകോശ ജീവികളിൽ പോഷകാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ദഹന വ്യവസ്ഥയിലും ദഹന പ്രക്രിയയിലും നിരവധി വൈവിധ്യങ്ങളും സങ്കീർണതകളും ഉൾപ്പെട്ടിരിക്കുന്നു. വലിയ വലിയ ജീവികളിലോട്ട് പോകുമ്പോൾ സങ്കീർണത എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? ശരി, നമുക്ക് മനുഷ്യന്റെ ദഹന വ്യവസ്ഥയിലോട്ട് പോയാലോ? മനുഷ്യന്റെ ദഹന വ്യവസ്ഥയിലോട്ട് നമുക്ക് പോകാം. ഇത് ഓൾറെഡി SCERT പഴയ ക്ലാസ്സിൽ നിങ്ങൾ നല്ലവണ്ണം പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. എക്സ്ട്രാ കുറച്ച് പോയിന്റുകൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റുകളൊക്കെ നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ അല്ലേ? നോക്കിക്കോ, ദഹനം എന്താണ്? ദഹനം എന്നറിയാം, അത് അങ്ങനെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗിരണത്തിനായി ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ. നമ്മൾ എന്തൊക്കെയോ വാരി വലിച്ച് കഴിക്കുന്നില്ലേ? ഈ കഴിക്കുന്ന സാധനങ്ങളെയൊക്കെ നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്ന രീതിയിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുക, കുഞ്ഞു 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 സാധനങ്ങളാക്കി മാറ്റുക, ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം അല്ലെങ്കിൽ ഡൈജഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഹ്യൂമണിൽ നടക്കുന്ന ഡൈജഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മെക്കാനിക്കൽ ഡൈജഷൻ അല്ലെങ്കിൽ യാന്ത്രിക ദഹനം. രണ്ട് രാസിക ദഹനം അല്ലെങ്കിൽ കെമിക്കൽ ഡൈജഷൻ. ഇത് പുതിയ പോയിന്റുകളാണ്, പഴയ SCERT ഇല്ലാത്ത പുതിയ പോയിന്റുകളാണ്. യാന്ത്രിക ദഹനവും ഉണ്ട്, രാസിക ദഹനവും ഉണ്ട്. അപ്പൊ മനുഷ്യനിൽ യാന്ത്രിക ദഹനവും രാസിക ദഹനവും നടക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? ശരിയാണ്. യാന്ത്രിക ദഹനവും രാസിക ദഹനവും മനുഷ്യനിൽ നടക്കുന്നുണ്ട്. എന്താണ് യാന്ത്രിക ദഹനം? പലതരം ചലനങ്ങളിലൂടെ മെക്കാനിക്കലി നമ്മളിപ്പം എന്ത് ചെയ്യാണ്? ഇപ്പൊ നമ്മൾ ഫുഡ് ചവച്ചരക്കുകയാണ്. നമ്മൾ മെക്കാനിക്കലി യാന്ത്രികമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ? അവിടെ ഒരു മോഷൻ മൂവ്മെന്റ് നടക്കുന്നില്ലേ? ഇല്ലേ? അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് രാസവസ്തുക്കളുടെ സഹായമല്ലാതെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പലതരം മൂവ്മെന്റിന്റെ ഫലമായിട്ട് നടക്കുന്ന ദഹനത്തിനെയാണ് നമ്മൾ യാന്ത്രിക ദഹനം എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയാൽ എന്ത് പറയാം? ആഹാരത്തെ ചെറുകണികകളാക്കി മാറ്റുന്നു, അല്ലെ? ആഹാരത്തെ ചെറുകണികകളാക്കി മാറ്റുന്നു. പല്ലുകൾ ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതിലൂടെയും, പല്ല് നന്നായിട്ട് ചവച്ചരയ്ക്കുന്നില്ലേ ആഹാരത്തിനെ? യാന്ത്രിക ദഹനമല്ലേ അത്? യാന്ത്രിക ദഹനമല്ലേ? ആണ്. ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചങ്ങളിലൂടെയും ഇത് സാധ്യമാകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പഠിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കണം കേട്ടോ. SCERT നിങ്ങൾ ദഹന വ്യവസ്ഥയിൽ ഇതൊക്കെ പഠിക്കുന്നതാണ്. നോർമലി നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ട് നോക്കി വെക്കണം. ചെറുകുടലിലും ആമാശയത്തിലും പേശികൾ ഇങ്ങനെ തരംഗം പോലെ ചലിക്കുന്നുണ്ടല്ലേ? വേറെയും മൂവ്മെന്റ്സ് ഉണ്ട് ഇതിനകത്ത്. വേറെയും പുതിയൊരു മൂവ്മെന്റിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ പല്ല് ആഹാരത്തിനെ ചവച്ചരയ്ക്കുന്നതിലൂടെയും ആമാശയത്തിലും ചെറുകുടലിലും കാണുന്ന പേശികൾ മസിൽസ് ശക്തമായിട്ട് സങ്കോചിക്കുന്നുണ്ട്. അവിടെ കുറച്ച് മൂവ്മെന്റ്, പെരിസ്റ്റാൾസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് സെഗ്മെന്റേഷൻ, വേറെ ഒരു മൂവ്മെന്റ് വരുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പഠിക്കാം. അങ്ങനെയുള്ള മൂവ്മെന്റിൽ കൂടെ അല്ലെങ്കിൽ സങ്കോചങ്ങളിലൂടെയും യാന്ത്രിക ദഹനം നടക്കുന്നു. അപ്പൊ ആഹാരത്തിനെ ചെറു കണികകളാക്കി മാറ്റുന്നത് യാന്ത്രിക ദഹനത്തിന് ഉദാഹരണമാണെന്ന് തന്നാൽ അത് ശരിയാണ്. പല്ലുകൾ ചവച്ചരയ്ക്കുന്നതും അല്ലെങ്കിൽ പല്ലുകളും ആമാശയവും ചെറുകുടലും യാന്ത്രിക ദഹനത്തിൽ സഹായിക്കുന്നു എന്നൊരു പ്രസ്താവന വന്നാൽ ശരിയാണ്. ഓക്കെ, ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ സങ്കോചം യാന്ത്രിക ദഹനത്തിന് ഉദാഹരണമാണ് എന്ന് തന്നാൽ ശരിയാണ്. പേശികളുടെ കോൺട്രാക്ഷൻ യാന്ത്രിക ദഹനത്തിന് ഉദാഹരണമാണ്. അപ്പൊ യാന്ത്രിക ദഹനം നടക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെ? വായ്ക്കുള്ളിൽ നടക്കുന്നുണ്ട്, പല്ലുകള്, പിന്നെ ആമാശയം, ചെറുകുടൽ, ഇവിടെയൊക്കെ യാന്ത്രിക ദഹനം നടക്കുന്നുണ്ട്. ഇനി എന്താണ് രാസിക ദഹനം? ദഹന പ്രക്രിയയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ വായ്ക്കുള്ളിലാണെങ്കിലും ആമാശയത്തിലാണെങ്കിലും ചെറുകുടലിലാണെങ്കിലും ഒക്കെ പലതരം എൻസൈമുകളുണ്ട്, അല്ലെ? രാസാഗ്നികളുണ്ട്. ആ രാസാഗ്നികളുടെ സഹായത്തോടു കൂടി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഘടകങ്ങൾ ലഘു ഘടകങ്ങളായിട്ട് മാറുന്നുണ്ട്. രാസാഗ്നികളുടെ അല്ലെങ്കിൽ എൻസൈമുകളുടെ സഹായത്തോടെ നടക്കുന്ന ആ ഒരു ദഹനത്തിന് നമ്മൾ പറയുന്ന പേരാണ് രാസിക ദഹനം അല്ലെങ്കിൽ കെമിക്കൽ ഡൈജഷൻ. രാസിക ദഹനം അല്ലെങ്കിൽ കെമിക്കൽ ഡൈജഷൻ. ഓക്കെ, ദഹനരസങ്ങളുടെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷക ഘടകങ്ങൾ ആഗിരണയോഗ്യമായ ലഘു ഘടകങ്ങളായിട്ട് മാറുന്നു. ഓക്കെ ആണല്ലോ? ശരി, ഇനി നമുക്ക് അയവിറക്കലിന് പിന്നിൽ എന്താണ് എന്നുള്ള കാര്യം പഠിക്കണം. പിന്നെ വായയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ പഠിക്കണം. നമുക്ക് ഇപ്പോൾ ക്ലാസിന്റെ ആ ഒരു ലെങ്ത് കൂടി പോകുന്നുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കംപ്ലീറ്റ് ആ ഒരു ദഹനം മൊത്തം പറയാമെന്ന് വിചാരിച്ചു, പക്ഷെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഇനിയും പറയാനുണ്ട്. അപ്പോൾ ലെങ്ത് കൂടണ്ട, നിങ്ങൾ കുറച്ചായിട്ട് പഠിക്കുക. തൽക്കാലം ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പാർട്ട് 2 ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത സെഷനിൽ ഉടനെ തന്നെ കാണാം. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.